നമസ്കാരം. പൗരത്വ നിയമം നിലവിൽ വന്നതിന്റെ പശ്ചാത്തലത്തിലാണ് ഇന്നത്തെ ചർച്ച. പങ്കെടുക്കുന്നത് കോൺഗ്രസ് പ്രതിനിധി അജി കുര്യാക്കോസ്, ഇടത് സഹയാത്രികൻ അനീഷ് മണ്ണാർക്കാട്, ബിജെപി പ്രതിനിധി രമേശ് മന്നത്ത്. സ്വാഗതം. ആദ്യം ശ്രീ രമേശ്, ഇവിടെ ഇന്ന് രാവിലെ ബോണ്ട് കേസിൽ കേന്ദ്രത്തിന് തിരിച്ചടിയുണ്ടാവുന്നു. വൈകിട്ട് CAA പ്രാബല്യത്തിൽ വരുന്നു. എന്ത് മറയ്ക്കാനാണ് തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടല്ലേ? ഒരിക്കലുമല്ല. കാരണം ഇത് രണ്ട് സബ്ജക്ട് തന്നെയാണ്. അതിനെ എന്തിനാണ് ഇങ്ങനെ കൂട്ടിക്കുഴച്ചുകൊണ്ട് ഒരു രാഷ്ട്രീയമായിട്ട് ഇത്തരത്തിൽ കൊണ്ടുവരുന്നത് എനിക്കറിയില്ല. കാരണം എന്താണെങ്കിൽ, ഒന്ന്, സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ കുറച്ച് നാളുകൾക്ക് മുമ്പ്, 2 ആഴ്ചയ്ക്ക് മുമ്പ് അവർക്ക് ഒരു സമയം അനുവദിക്കുന്നു സുപ്രീം കോടതി. മസാല ഈ പറഞ്ഞ ഇലക്ട്രൽ ബോണ്ടുമായി ബന്ധപ്പെട്ട്, ആ ഇലക്ട്രൽ ബോണ്ടുമായി ബന്ധപ്പെട്ട് അവർക്ക് കുറച്ചുകൂടി സമയം നീട്ടി നൽകണമെന്ന് ആവശ്യപ്പെടുന്നു. അതിലൊന്നും കേന്ദ്ര സർക്കാരിന് യാതൊരു പങ്കും അല്ലെങ്കിൽ കേന്ദ്ര സർക്കാരിന്റെ കൈകടത്തലില്ല. കാരണം മുൻപ് ഇതിന് ഏകദേശം ഒരു 3 മാസങ്ങൾക്ക് മുമ്പ് അതിന്റെ കണക്ക് പുറത്തു വന്നതാണ്. BJPയെ സംബന്ധിച്ച് ഞങ്ങൾക്കാണ് ഏറ്റവും കൂടുതൽ തുക അതിൽ നിന്ന് പിരിഞ്ഞ് കിട്ടിയിട്ടുള്ളത്. 2ാം സ്ഥാനത്ത് നിൽക്കുന്നത് കോൺഗ്രസ് ആണ്. പിന്നീട് മറ്റ് പാർട്ടികളാണ് നിൽക്കുന്നത് എന്നെല്ലാം പത്രങ്ങളിൽ വന്ന പബ്ലിക് ഡൊമൈനിൽ അവൈലബിൾ ആയിട്ടുള്ള ഡാറ്റയല്ലേ. അതിന് ഞങ്ങൾ എന്തിനു ഭയപ്പെടേണ്ട ആവശ്യം? എന്താ ഈ തിരിച്ചടിയിൽ ഒന്നും പറയാൻ പറ്റിയില്ലല്ലോ കേന്ദ്രത്തിന്. അല്ല, ഇതിലെന്താ കേന്ദ്രം പറയേണ്ട ആവശ്യം എന്താണുള്ളത്? ഇത് സുപ്രീം കോടതി വേഴ്സസ് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ തമ്മിൽ നടക്കുന്ന ഒരു കേസുമായി ബന്ധപ്പെട്ട് എന്തിനാണ് കേന്ദ്ര സർക്കാർ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ ആർക്ക് വേണ്ടി ഇങ്ങനെ നിൽക്കേണ്ടി വന്നു എന്നത് കൂടിയുണ്ടല്ലോ. ആർക്ക് വേണ്ടി നിൽക്കേണ്ടി വന്നു? ഒരിക്കലുമില്ല. കേന്ദ്ര സർക്കാർ എവിടെയെങ്കിലും സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയോട് ആവശ്യപ്പെട്ടിട്ടുണ്ടോ? അത് മാത്രമല്ല, സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ദൈനംദിന പ്രവർത്തനങ്ങളിൽ എവിടെയെങ്കിലും കേന്ദ്ര ധനകാര്യ വകുപ്പോ കേന്ദ്ര സർക്കാരോ കൈകടത്തുന്നുണ്ട് എന്ന് നിങ്ങൾക്ക് എവിടെയെങ്കിലും അറിവുണ്ടോ? ഇല്ല. അത് തെറ്റിദ്ധാരണ മാത്രമാണ്. രണ്ടാമത്തെ കാര്യം, ഇന്ന് രാവിലെ അത്തരത്തിലൊരു വിധി വന്നു. വൈകുന്നേരം ആവുമ്പോഴേക്കും CAA നടപ്പിലാക്കാൻ സാധിക്കുമെന്ന് താങ്കൾക്കോ ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന ആരെങ്കിലും വളരെ ദിവസങ്ങളായി നടത്തുന്ന വിശകലനങ്ങളുടെ ഭാഗമായിട്ട് ഇന്റലിജൻസുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളെല്ലാം നോക്കിയതിന് ശേഷം മാത്രമാണ് CAA നടപ്പിലാക്കുന്നത്. അതിന് ഇന്നാണ് തീരുമാനിച്ചിരിക്കുന്നത്. കാരണം ദിവസങ്ങൾക്ക് മുമ്പ് തന്നെ കേന്ദ്രമന്ത്രിമാരോടെല്ലാം തന്നെ തിങ്കളാഴ്ചയാകുമ്പോഴേക്കും ഡൽഹിയിലെത്താനായിട്ട് ആവശ്യപ്പെട്ടിരുന്നു. ഇതെല്ലാം മുൻപേ നടന്ന കാര്യങ്ങളല്ലേ. അപ്പൊ ഇത് രണ്ടുമായിട്ട് കണക്ട് ചെയ്തത് തന്നെ കേന്ദ്ര സർക്കാരിനെ കരിവാരി തേക്കണമെന്നും ഇലക്ഷനുമായി ബന്ധപ്പെട്ട് കേന്ദ്ര സർക്കാരിനെതിരെ വേറെ ഒന്നും തന്നെ ചെയ്യാനില്ല, ഒരു തരത്തിലും അവരെ ആക്രമിക്കാനുള്ള അവസരം ലഭിക്കുന്നില്ല എന്ന് കാണുന്ന സമയത്ത് കേന്ദ്ര സർക്കാരിനെ ആക്രമിക്കുവാനായിട്ട് എടുക്കുന്ന ഒരു നടപടി മാത്രമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. ശരി, നടപ്പാക്കിയത് ഒരു മഹത്തായ കാര്യമായിട്ട് താങ്കൾക്ക് തോന്നുന്നുണ്ടോ? മതത്തിന്റെ അടിസ്ഥാനത്തിൽ പലതായി കാണാനുള്ള ഈ നിയമം തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുകൊണ്ടാണ് എന്നുള്ളത് താങ്കൾ പറഞ്ഞു. അതൊരു മഹത്തായ കാര്യമായാണോ കാണുന്നത്? തീർച്ചയായിട്ടും. കേന്ദ്ര സർക്കാർ ഞങ്ങൾ 2019 ഇലക്ഷനെ നേരിടുന്ന സമയത്ത് ഞങ്ങളുടെ പ്രകടന പത്രികയിൽ പറഞ്ഞ കാര്യങ്ങൾ ഒന്നൊന്നായി നടപ്പിലാക്കിയ കൂട്ടത്തിൽ കാശ്മീരിന്റെ പ്രത്യേക പദവി, രാമക്ഷേത്രത്തിന്റെ കാര്യം, വനിതാ സംവരണ ബിൽ, ഇത്തരത്തിൽ ഞങ്ങൾ നടപ്പിലാക്കുമെന്ന് വാക്കു പറഞ്ഞിരുന്ന കാര്യങ്ങളിൽ ഒന്നായിരുന്ന ഈ സിറ്റിസൺസ് അമെന്റ്മെന്റ് ആക്ട്, ഇതും ഞങ്ങൾ നടപ്പിലാക്കിയിരിക്കുന്നു. കാരണം ഇതിലെവിടെയാണ് മതപരമായ, ഇപ്പൊ തന്നെ ധന്യ പറഞ്ഞത് കേട്ടു ഞാൻ, മതപരമായിട്ട് വേർതിരിക്കുന്നത്. എത്തരത്തിലാണ് മതപരമായിട്ട് വേർതിരിക്കുന്നതെന്ന് ധന്യ മനസ്സിലാക്കാനുണ്ടായിരുന്നു. അപ്പൊ അതിൽ കുറച്ചെങ്കിലും ആത്മവിശ്വാസം കുറവുള്ള, അത്രയും ആത്മവിശ്വാസത്തോടെ പറയുന്നത് കൊണ്ട് ചോദിക്കുകയാണ്. അത്രയും കുറവുണ്ടായിരുന്ന കാര്യം കേൾക്കാമോ? ചോദ്യം കേട്ടില്ല, ഒന്നുകൂടി പറയാമോ? അല്ല, അത്രയും ആത്മവിശ്വാസത്തിലാണ് BJP, സമ്മതിക്കുന്നു. അപ്പോൾ അത് കുറവുണ്ടായിരുന്ന ഇതുകൂടി നികത്താം എന്നുള്ള ലക്ഷ്യം അത് ഇലക്ഷന് മുമ്പ് പുറത്തു വന്നു എന്നല്ലേ മനസ്സിലാക്കേണ്ടത്? ഒരിക്കലുമല്ല. ഞങ്ങൾ 2019 ഞങ്ങളുടെ ഇലക്ഷൻ കഴിഞ്ഞ അധികാരത്തിലേക്ക് 2 മാസത്തിനുള്ളിൽ തന്നെ നടപ്പിലാക്കിയില്ലേ CAA ബില്ല്. ഞങ്ങൾ കാശ്മീരിന്റെ പ്രത്യേക പദവി എടുത്തു കളഞ്ഞില്ലേ. ഇത് ആരുടെയും സൗകര്യം നോക്കിയിട്ടല്ലോ. BJPയെ സംബന്ധിച്ച് BJPക്ക് സർക്കാരിന് ജനാധിപത്യ രാജ്യത്ത് മറ്റാരുടെയും സൗകര്യം നോക്കാതെ ഇത് നടപ്പിലാക്കുന്നു എന്നുള്ളതാണ്. ഞാൻ താങ്കളിലേക്ക് വരാം. ശ്രീ രമേശ് മന്നത്ത്, ശ്രീ അജി കുര്യാക്കോസ്, ഇവിടെ തെരഞ്ഞെടുപ്പ് തീയതി പോലും ആവുന്നതിന് മുമ്പുള്ള ഈ നീക്കത്തെ എങ്ങനെ കാണുന്നു? ഇതിനകത്ത് ശ്രീ രമേശ് പറഞ്ഞ ചെറിയൊരു കാര്യം, 2019 കോവിഡിന്റെ സമയത്താണ് ഈ ബില്ല് കേന്ദ്ര മന്ത്രിസഭയിൽ കൊണ്ടുവരുന്നത്. ആ സമയത്ത് 2019 ബില്ല് കൊണ്ടുവരുന്നത്, ബില്ല് കൊണ്ടുവരുന്നത് 19 കാരണം അന്ന് കോവിഡിന്റെ സമയത്ത് ശ്രീ നരേന്ദ്രമോദിജി അദ്ദേഹത്തിന്റെ കോവിഡുമായി ബന്ധപ്പെട്ടുള്ള അദ്ദേഹത്തിന്റെ വീഴ്ചകൾ മറച്ചുവെക്കുന്നതിന് വേണ്ടിയിട്ട് ഈ ബില്ല് പാർലമെന്റിൽ അവതരിപ്പിച്ചു. നമുക്കറിയാം അത് കൃത്യമായിട്ട്. കാരണം ഒന്ന് തിരുത്തിക്കൊണ്ട് തന്നെയാണ് 2019 ബില്ല് വന്നത്. കോവിഡ് വന്നത് 2020 കോവിഡിന് ലോക്ക്ഡൌൺ വന്നത് മാർച്ച് മാസം 19 നുണ പറയുന്നത്. ഞാൻ പറഞ്ഞു തരട്ടെ, ഈ ബില്ല് പ്രത്യക്ഷത്തിൽ ചർച്ച ചെയ്യുന്നത് കോവിഡ് കാലത്താണ്.
കോവിഡ് കാലത്ത് കേന്ദ്ര സർക്കാരിന്റെ വീഴ്ചകൾ മറച്ചുവെക്കുന്നതിന് വേണ്ടിയിട്ടാണ് അത്തരത്തിലുള്ള ചർച്ച കൊണ്ടുവന്നത്. പക്ഷേ ആ ചർച്ചയുടെ കോവിഡ് കാലത്ത് ഉണ്ടായ വീഴ്ചകളെല്ലാം മറച്ചുവെക്കപ്പെട്ടു. മറ്റൊന്ന്, ശ്രീ രമേശ് പറഞ്ഞു, ഇവിടെ യാതൊരു തരത്തിലുള്ള വർഗീയ വിവേചനവും ഇല്ല എന്നുള്ളത്. ബംഗ്ലാദേശിൽ നിന്നും പാകിസ്ഥാനിൽ നിന്നും അഫ്ഗാനിസ്ഥാനിൽ നിന്നും വരുന്ന ന്യൂനപക്ഷ വിഭാഗങ്ങൾ, അവിടുത്തെ ന്യൂനപക്ഷ വിഭാഗങ്ങൾ, അതായത് ക്രിസ്ത്യൻ, സിഖ് തുടങ്ങിയ ന്യൂനപക്ഷ വിഭാഗങ്ങൾ, അവർക്ക് ഇവിടെ വന്ന് ഈ CAA ബില്ല് പ്രകാരം പൗരത്വം നേടുന്നതിന് വേണ്ടിയിട്ടുള്ള കാലാവധി വളരെ കുറവും, അവിടെ നിന്ന് വരുന്ന ഭൂരിപക്ഷ വിഭാഗങ്ങൾക്ക്, അവിടുത്തെ ഭൂരിപക്ഷ വിഭാഗങ്ങൾക്ക്, ഇവിടുത്തെ ന്യൂനപക്ഷ വിഭാഗങ്ങൾക്ക്, ഞാൻ പേരെടുത്ത് പറയുന്നില്ല കാരണം ഇവിടെ അത്തരത്തിലുള്ള ഒരു ചർച്ചയുടെ ആവശ്യമില്ലെങ്കിൽ, കാരണം ഇതാണ് കൊണ്ടുവന്നതാണ്, അതുകൊണ്ട് എനിക്ക് പറയാതിരിക്കാൻ പറ്റില്ല. അപ്പൊ അവർക്ക് ഇവിടെ വന്നു കഴിഞ്ഞാൽ അവർക്ക് ഈ പൗരത്വം കിട്ടുന്നതിന് വേണ്ടിയുള്ള കാലാവധിയും ഒന്ന് പരിശോധിച്ചാൽ നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ പറ്റും ഈ ബില്ലിനെ എന്തുകൊണ്ട് നമ്മൾ എതിർക്കുന്നു എന്നുള്ളതാണ് വിഷയം. ഇന്ത്യൻ ഭരണഘടന പ്രകാരം എല്ലാ പൗരന്മാർക്കും തുല്യ അവകാശം വേണം, അല്ലെങ്കിൽ എല്ലാ മതവിഭാഗങ്ങൾക്കും തുല്യ അവകാശം വേണം എന്നുള്ള ഇന്ത്യൻ ഭരണഘടന അനുശാസിക്കുന്ന നിയമങ്ങൾക്കെല്ലാം വിരുദ്ധമായിട്ടുള്ള ഒരു ബില്ലായതുകൊണ്ടാണ് ഞങ്ങൾ ഇതിനെ എതിർക്കുന്നത്. അല്ലാതെ ഈ ബില്ല് പൗരത്വ നിയമപതി ഏതെങ്കിലും രാജ്യത്ത്, ലോകത്തെ ഏതെങ്കിലും രാജ്യത്ത് മതത്തിന്റെ പേരിൽ പൗരത്വം നിഷേധിക്കുന്ന രാജ്യങ്ങളുണ്ടോ? അതാണ് ഈ ആർക്കും അഭയം നൽകാം, ഈ പൗരത്വം മതത്തിന്റെയും ദേശീയതയുടെയും അടിസ്ഥാനത്തിലാക്കുന്നു എന്നുള്ളതാണ്. ഞാൻ താങ്കളിലേക്ക് വരാം. ശ്രീ അനീഷ്, ഇവിടെ 2019 ഇത് പാസ്സാക്കുന്നു. അതിനുശേഷം ഇന്ത്യ കണ്ട പ്രതിഷേധങ്ങൾ നമ്മൾ കണ്ടതാണ്. എത്ര പേർക്ക് ജീവനില്ലാതായി എന്നുള്ളത് നമ്മൾ കണ്ടതാണ്. അപ്പോഴെല്ലാം ഇടതുപക്ഷം എടുത്ത നിലപാട് അതിപ്പോഴും ഇടതുപക്ഷം ആവർത്തിക്കുന്നു. പക്ഷേ എന്ത് കാര്യം? തീർച്ചയായും അത്തരത്തിൽ ഇടതുപക്ഷം എല്ലാ ഒറ്റ മിനിറ്റ് അനീഷ്, ശ്രീ അജയ് കുര്യാക്കോസ് കംപ്ലീറ്റ് ചെയ്തോളൂ. ഒരു മിനിറ്റ്. ലോകത്ത് എല്ലാ രാജ്യങ്ങളും സഞ്ചരിച്ചിട്ടുള്ള നമ്മുടെ പ്രധാനമന്ത്രി, ഈ രാജ്യങ്ങളിലുള്ള പ്രവർത്തനങ്ങളെല്ലാം പഠിച്ച പ്രധാനമന്ത്രി, ലോകത്ത് ഒരു രാജ്യത്തും മതത്തിന്റെ പേരിൽ പൗരത്വം നിഷേധിക്കപ്പെടാതിരിക്കുന്ന പല രാജ്യങ്ങളും, ഒരു രാജ്യത്തും മതത്തിന്റെ പേരിൽ പൗരത്വം നിഷേധിക്കപ്പെട്ടിട്ടില്ല. അത് മനസ്സിലാക്കി പഠിച്ച പ്രധാനമന്ത്രി ഇത്തരത്തിൽ തീരുമാനമെടുക്കുമ്പോൾ ഇതിന്റെ പിന്നിൽ ആ തീരുമാനം മാത്രമല്ല, ആ തീരുമാനം എടുക്കുന്നത് ഈ 10-15 ദിവസം മാത്രമേ ഉള്ളൂ ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കാൻ. ആ സമയത്ത് ഈ തീരുമാനം മറ്റു രാജ്യങ്ങളുടെ അജണ്ടയല്ല ഇവിടെ, മറ്റു രാജ്യങ്ങളുടെ തീരുമാനങ്ങളല്ല ഇവിടെ, നിലപാടുകളല്ല ഇവിടെ. ഞാൻ താങ്കളിലേക്ക് വരാം. ശ്രീ അനീഷ് തുടർന്നോളൂ. അതെ, തീർച്ചയായിട്ടും അജയ് കുര്യാക്കോസ് പറഞ്ഞ് നിർത്തിയെടുത്താണ്. ഏറ്റവും അടുത്ത സമയത്ത് തന്നെ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കാൻ പോകുന്ന ഒരു സമയം നമ്മുടെ മുന്നിൽ നിൽക്കുക, ഒരു കാലഘട്ടത്തിലേക്കാണ് നമ്മൾ പോകുന്നത്. ആ സമയത്ത് ഇത് എത്രയും പെട്ടെന്ന് നടപ്പിലാക്കാൻ, ഇപ്പൊ നേരത്തെ അവതാരിക സൂചിപ്പിച്ചതുപോലെ ഒരു ഇലക്ട്രൽ ബോണ്ടിന്റെ വലിയൊരു തിരിച്ചടി കേന്ദ്ര സർക്കാർ നേരിട്ടുകൊണ്ടിരിക്കുന്ന സമയം തന്നെ തെരഞ്ഞെടുത്തുകൊണ്ട് ഇതിലേക്ക് പോകാൻ, ഇത് നടപ്പാക്കാൻ വേണ്ടിയുള്ള നിയമത്തിലേക്ക് പോകുന്ന ഒരു സാഹചര്യമല്ല നമ്മുടെ മുന്നിലുണ്ട്. തീർച്ചയായും ഇത് കേരളത്തിനകത്ത് നടപ്പാക്കില്ല എന്ന് ആവർത്തിച്ച് കേരളത്തിന്റെ നിയമസഭ, എനിക്ക് തോന്നുന്നു ഇന്ത്യയിൽ ആദ്യം തന്നെ ഒരു നിയമസഭ സമ്മേളനം വിളിച്ചു ചേർത്തുകൊണ്ട് കേരളത്തിൽ നിയമ ഭേദഗതി വരുത്ത ഈ പൗരത്വ ഭേദഗതി ബില്ല് നടപ്പാക്കാൻ അനുവദിക്കില്ല എന്ന് പ്രമേയം പാസാക്കിയ നിയമസഭ കേരളത്തിന്റേതാണ്. അതുപോലെ തന്നെ ഇതിനെതിരായി നമ്മുടെ ഭരണഘടനയ്ക്ക് വിരുദ്ധമായിട്ടുള്ള, നമുക്കറിയാം 3 രാജ്യങ്ങളിൽ നിന്നുള്ള ആളുകൾക്കാണ് പൗരത്വം നൽകുമെന്നുള്ളത് ഈ നിയമത്തിൽ പറയുന്നത്. അതിൽ എല്ലാ ആളുകൾക്കുമല്ല. അതാണ് അതിന്റെ ഏറ്റവും വലിയ, നമ്മുടെ ഭരണഘടന നേരത്തെ സൂചിപ്പിച്ചതുപോലെ മതത്തിന്റെ അടിസ്ഥാനത്തിൽ പൗരത്വം നൽകുന്ന ഒരു ഭരണഘടനയില്ല. ഭരണഘടനയ്ക്ക് എതിരായിട്ടുള്ള ഒരു കാര്യമാണ് മതത്തിന്റെ അടിസ്ഥാനത്തിൽ പൗരത്വം നൽകുക എന്നുള്ളത്. അപ്പൊ അതുകൊണ്ട് തന്നെ അതിനെതിരെ ഭരണഘടനാ ബെഞ്ചിനെ സമീപിച്ചിട്ടുള്ളത് കേരള സർക്കാരാണ്. തീർച്ചയായും കേരളത്തിന്റെ വിവിധ മേഖലകളിൽ എല്ലാ ജനങ്ങളെയും കൂട്ടിയോജിപ്പിച്ചുകൊണ്ട് ഈ പൗരത്വ ഭേദഗതി അതുപോലെ തന്നെ പൗരത്വ രജിസ്ട്രേഷനും ഒരു കാരണവശാലും കേരളത്തിൽ നടപ്പിലാക്കാൻ പോകുന്നില്ല എന്ന് അസന്നിഗ്ധമായി അടിവരയിട്ടുകൊണ്ട് പറഞ്ഞുകൊണ്ടാണ് കേരളത്തിലെ സർക്കാർ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. നമുക്കറിയാം ഒരു തരത്തിൽ ഇപ്പോ വിവിധ സമയങ്ങളിലായിക്കൊണ്ട് രാജ്യത്തെ പൗരന്മാരെ മതത്തിന്റെ അടിസ്ഥാനത്തിൽ വേർതിരിച്ചു നിർത്താനുള്ള വലിയ ശ്രമങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. പ്രത്യേകിച്ച് തെരഞ്ഞെടുപ്പ് എടുക്കുമ്പോൾ നമുക്ക് കാലാകാലങ്ങളായി, ഈ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിന്റെ 2019 തെരഞ്ഞെടുപ്പിനായാലും ഇപ്പൊ വീണ്ടും ഒരു തെരഞ്ഞെടുപ്പിലേക്ക് പോകുമ്പോഴും രാജ്യത്തെ ജനങ്ങളെ മതത്തിന്റെ അടിസ്ഥാനത്തിൽ ഭിന്നിപ്പിച്ച് നിർത്തിക്കൊണ്ട് എങ്ങനെ നേട്ടം കൊയ്യാം, അതിന് വിവിധങ്ങളായിട്ടുള്ള പദ്ധതികൾ ആവിഷ്കരിച്ച് നടപ്പിലാക്കുകയാണ്. അതിന്റെ ഒരു പദ്ധതിയാണ് CAA എന്നുള്ളതാണ് നമുക്ക് കാണാൻ വേണ്ടി കഴിയുക. അപ്പൊ അത്തരത്തിൽ രാജ്യത്തെ ജനങ്ങളെ ഇപ്പോ നമ്മുടെ തൊട്ട് ഈ പാകിസ്ഥാനും ബംഗ്ലാദേശും അഫ്ഗാനിസ്ഥാനും അല്ലാതെ തന്നെ മറ്റ് സംസ്ഥാനങ്ങൾ, മറ്റു രാജ്യങ്ങൾ, ഇപ്പൊ ശ്രീലങ്കയിൽ 12% വരുന്ന തമിഴ് വംശജരായിട്ട് ആളുകൾ വലിയ രീതിയിലുള്ള
പ്രശ്നങ്ങളെ നേരിട്ടുകൊണ്ടിരിക്കുകയാണ്. ഭൂട്ടാനിൽ നിന്നുള്ള ആളുകൾ, അതുപോലെ തന്നെ മ്യാൻമാറിൽ നിന്നുള്ള വിവിധ പെട്ടുള്ള മനുഷ്യർ വലിയ രീതിയിലുള്ള അക്രമത്തെ നേരിട്ടുകൊണ്ടിരിക്കുകയാണ്. അവരൊക്കെ അഭയാർത്ഥികളായി ഇന്ത്യയിലേക്കും അവർക്കെല്ലാം പൗരത്വം നിഷേധിക്കുകയാണ്. അത്തരത്തിൽ ഏതെങ്കിലും തരത്തിലുള്ള അക്രമം നേരിടുന്ന എല്ലാ മതവിഭാഗങ്ങൾക്കും പൗരത്വം നൽകുന്ന നിയമ ഭേദഗതി അല്ല കൊണ്ടുവരാൻ വേണ്ടി പോകുന്നത്. ഒരു വിഭാഗത്തിൽപ്പെട്ട മനുഷ്യരെ മാത്രം, ഒരു മതത്തിൽപ്പെട്ട മനുഷ്യരെ മാത്രം മാറ്റി നിർത്താനുള്ള ഈ ഭേദഗതിക്കെതിരെ രാജ്യത്ത് മുഴുവൻ, ഇപ്പൊ നോക്കൂ, വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളിൽ ഈ ഭേദഗതി നടപ്പിലാക്കാൻ വേണ്ടി കഴിയില്ല എന്ന് അസന്നിഗ്ധമായി അവിടുത്തെ സംസ്ഥാനങ്ങൾ പറഞ്ഞിരിക്കുന്നു. കാരണം അവിടെ ഹിന്ദുക്കളായിട്ടുള്ള ആളുകൾക്ക് പോലും പൗരത്വം നൽകുന്നതിന് വേണ്ടി അവിടുത്തെ സംസ്ഥാനങ്ങൾ, കിഴക്കൻ സംസ്ഥാനങ്ങൾ തയ്യാറല്ല. അവരുടെ സാധ്യതകളെ ഇല്ലാതാക്കും എന്നുള്ളത് കൊണ്ട് തന്നെ അവിടെ ഒരു തരത്തിലും അത് അംഗീകരിക്കാൻ വേണ്ടി പോകുന്നില്ല എന്നത് ഇപ്പോ നേരത്തെ തന്നെ പ്രഖ്യാപിച്ചു കഴിഞ്ഞിട്ടുള്ളതാണ്. അപ്പോ ഇന്ത്യയിലെ ജനങ്ങളെ മതത്തിന്റെ അടിസ്ഥാനത്തിൽ, ഇപ്പൊ നേരത്തെ മുസ്ലിങ്ങൾക്ക് വളരെ രീതിയിൽ വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നു എന്ന രീതിയിൽ RSSന്റെ നേതാവ് നടത്തുന്ന വിവിധ തരത്തിലായിട്ടുള്ള പ്രസ്താവനകൾ രാജ്യത്തെ മതത്തിന്റെ അടിസ്ഥാനത്തിൽ ഭിന്നിപ്പിച്ചു നിർത്താൻ വേണ്ടിയുള്ള വലിയ ശ്രമങ്ങളാണ് നടക്കുന്നത്. ആ ശ്രമങ്ങൾക്കെതിരെ ഒരു കാരണവശാലും കേരളത്തിലെ രാഷ്ട്രീയ ഭേദമന്യേ പ്രതിപക്ഷ കക്ഷികളെല്ലാം ഒന്നിച്ചു ചേർന്നുകൊണ്ട്, മാനവികതയെ കുറിച്ച് സംസാരിക്കുന്ന മനുഷ്യരെല്ലാം ഒന്നിച്ചു ചേർന്നുകൊണ്ട് കേരളത്തിന്റെ തെരുവുകളിൽ ഇതൊരു കാരണവശാലും നടപ്പാക്കാൻ വേണ്ടി പോകുന്നില്ല എന്ന് ഇന്നിപ്പോ മുഖ്യമന്ത്രി വീണ്ടും ആവർത്തിച്ചു. പക്ഷെ അത് എങ്ങനെയെന്നുള്ളതാണ് നിയമപരമായും ഭരണപരമായും ഒക്കെ ഇതിനെതിരെ എന്ത് ചെയ്യും എന്നുള്ളത് ഭരണഘടനയ്ക്ക് തീർച്ചയായും ഭരണഘടനയ്ക്കെതിരായിട്ടുള്ള, ഭരണഘടനയുടെ ആർട്ടിക്കിൾ 14 ലംഘിച്ചുകൊണ്ടുള്ള ഒരു നിയമമാണ്. അതുകൊണ്ട് തന്നെ ഭരണഘടനാ ബെഞ്ചിൽ ഇപ്പോ കേരളം ഹർജി നൽകിയിട്ടുണ്ട്. ആ ഹർജിയുമായി കേരളത്തിലെ മുഴുവൻ രാഷ്ട്രീയ പാർട്ടികളെയും ചേർത്ത് പിടിച്ചുകൊണ്ട് തന്നെ മുന്നോട്ട് പോകും. കേരളത്തിലെ നിയമസഭ വിളിച്ചു ചേർത്തുകൊണ്ട് ഐക്യകണ്ഠേനയാണ് നമ്മൾ ഈ ഇതിവിടെ നടപ്പിലാക്കാൻ വേണ്ടി പോകുന്നില്ല എന്ന് പ്രഖ്യാപിക്കുകയും അതിന് പ്രമേയം പാസ്സാക്കുകയും ചെയ്തിട്ടുള്ളത്. കോൺഗ്രസിന്റെയും അതുപോലെ തന്നെ എല്ലാ ആളുകളും ഒരുമിച്ചാണ്. അതുപോലെ തന്നെ അവിടെ പൗരത്വ രജിസ്റ്റർ ഒരു കാരണവശാലും ഇവിടെ നടപ്പാക്കാൻ വേണ്ടി പോകുന്നില്ല എന്ന് കേരളത്തിലെ ഭരണകൂടം എന്ന രീതിയിൽ കേരളത്തിലെ സർക്കാർ അസന്നിഗ്ധമായി പ്രഖ്യാപിച്ചിട്ടുണ്ട്. അതിന്റെ സാധ്യമായ എല്ലാ വഴികളും, ഇപ്പൊ നമുക്ക് കേരളത്തിന് അർഹതപ്പെട്ട സാമ്പത്തികം തരാതിരുന്ന സമയത്ത് നമ്മൾ എങ്ങനെയാണോ സുപ്രീം കോടതിയെ, നമ്മുടെ ഭരണഘടനയെ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് നമ്മുടെ സുപ്രീം കോടതിയെ സമീപിച്ചുകൊണ്ട് അത് നേടിയെടുത്തത്, അത്തരത്തിൽ പോരാട്ടം തുടർന്നുകൊണ്ടിരിക്കുന്നത്, ആ തരത്തിൽ ഈ രീതിയിൽ ഭരണഘടനാ വിരുദ്ധമായ നയങ്ങൾക്കെതിരായി സുപ്രീം കോടതിയെ സമീപിച്ചുകൊണ്ട്, നമ്മുടെ അവസാനത്തെ അത്താണി എന്ന രീതിയിൽ സുപ്രീം കോടതിയെ സമീപിച്ചുകൊണ്ട് തന്നെ ഇതിന് മുന്നോട്ട് പോകുമെന്നാണ് അതുമായി ബന്ധപ്പെട്ട് സൂചിപ്പിക്കുന്നത്. ശരി, ശ്രീ രമേശ്, ഇവിടെ പത്രികയിൽ ഉണ്ടായിരുന്ന കാര്യങ്ങൾ നടപ്പാക്കുന്നു BJP എന്ന് താങ്കൾ നേരത്തെ സൂചിപ്പിച്ചു. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഈ നിയമം എന്തുകൊണ്ടാണ് 5 വർഷമായിട്ടും നടപ്പാക്കാതിരുന്നത്? എന്തുകൊണ്ടാണ് ഇപ്പോൾ ഈ വിജ്ഞാപനം ഇറക്കിയത് എന്നും കേന്ദ്ര സർക്കാർ പറയേണ്ടതില്ലേ ജനങ്ങളോട്? തീർച്ചയായിട്ടും അതിന് ഞാൻ മറുപടി പറയാം. അതിനു മുമ്പ് അജി കുര്യാക്കോസും അനീഷും പറഞ്ഞ 2 കാര്യങ്ങൾക്കൊന്നും മറുപടി പറഞ്ഞോട്ടെ. അജി കുര്യാക്കോസ് മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. 2003 നിങ്ങളുടെ അന്നത്തെ നേതാവായിരുന്ന ശ്രീ മൻമോഹൻ സിംഗ് ആണ് പാർലമെന്റിൽ ഇതുമായി ബന്ധപ്പെട്ട് ആദ്യമായിട്ട് ഒരു പ്രസ്താവന നടത്തുന്നത്. അതായത് രാജ്യസഭയിൽ അദ്ദേഹം നടത്തിയ പ്രസ്താവനയിൽ അദ്ദേഹം തന്നെ പറയുന്നുണ്ട്, അതായത് പെർസിക്യൂഷൻ, അതായത് ഈ ബംഗ്ലാദേശിലെ മൈനോറിറ്റീസ് വളരെ അധികമായിട്ട് പെർസിക്യൂഷൻ നേരിടുന്നു, റിലീജിയസ് പെർസിക്യൂഷൻ നേരിടുന്നു. അതുകൊണ്ട് അവർക്ക് ഇവിടെ നമ്മുടെ സിറ്റിസൺഷിപ്പ് നൽകുന്നതിന് വേണ്ട നടപടികൾ സ്വീകരിക്കണമെന്ന് അദ്ദേഹവും അന്നത്തെ പാർലമെന്റ് അധ്യക്ഷയായിരുന്ന അവർ പറയുന്നു. അപ്പൊ ബംഗ്ലാദേശിൽ മാത്രമല്ല പാകിസ്ഥാനിലെ ന്യൂനപക്ഷവും ഇത്തരത്തിലുള്ള റിലീജിയസ് പെർസിക്യൂഷൻ നേരിടുന്നുണ്ട് എന്ന് പറഞ്ഞ സമയത്ത് അത് യെസ് വി ക്യാൻ കൺസിഡർ ദാറ്റ് എന്ന് പറഞ്ഞത് അന്നത്തെ ആഭ്യന്തരമന്ത്രി ആയിരുന്ന അടൽ ബിഹാരി അദ്വാനിയാണ്. ശ്രീ അദ്വാനിയാണ് അന്ന് അതിനെ പറഞ്ഞത്. കാരണം ഇത് ആദ്യമായിട്ട് രാജ്യസഭയിൽ അവതരിപ്പിച്ചത് തന്നെ നിങ്ങളുടെ നേതാവാണ്, അല്ല ഞങ്ങളുടെ നേതാക്കളല്ല. അത് ഒന്നാമത്തെ കാര്യം നിങ്ങൾ മനസ്സിലാക്കണം. രണ്ടാമത്തെ കാര്യം അനീഷ് പറഞ്ഞ കാര്യം പറഞ്ഞു. അനീഷ് കടമെടുക്കുന്നത് ഇതുമായിട്ട് എന്താ ബന്ധം? നിങ്ങൾ സുപ്രീം കോടതിയിൽ വാങ്ങിയതുമല്ല, നിങ്ങൾ കടമെടുക്കുന്നതിനല്ല, നിങ്ങൾ തരാനുള്ള പൈസ. ഞാൻ പറഞ്ഞോട്ടെ. പിന്നെ തെരുവുകളിൽ നിങ്ങൾ നേരിടുക പറഞ്ഞു. നിങ്ങൾ എവിടെയാണ് ഭാഷയുള്ളത്? നിങ്ങൾ കേരളത്തിന് പുറത്ത് എവിടെയാണുള്ളത്? നിങ്ങൾ നേരിടാനൊന്നും പോകുന്നില്ല. കാരണം ഇത് നടപ്പിലാക്കുന്നത് പൗരത്വ രജിസ്റ്റർ നിങ്ങൾ നടപ്പിലാക്കില്ലെന്ന് പറയുന്നത് അത് ഓൺലൈനാണ്. നിങ്ങൾ രജിസ്റ്ററുമായിട്ട് ഓരോ വീട്ടിൽ കയറി ഇറങ്ങൊന്നും വേണ്ട. പിന്നെ CPM-നെ പോലെ ഇപ്പൊ കേരളത്തിൽ മാത്രം ഭരിക്കും അവസാനത്തെ തരിക്കനലല്ലേ, അത് എങ്ങനെ നേരിടണമെന്ന് ഭാരതീയ ജനതാ പാർട്ടിക്ക് കേന്ദ്ര സർക്കാരിന് നന്നായിട്ട് അറിയാം. അതിനെപ്പറ്റി നിങ്ങൾ ടെൻഷൻ അടിക്കേണ്ട. പറഞ്ഞ കാര്യങ്ങൾ നടപ്പിലാക്കി പരിചയമുള്ള, നടപ്പിലാക്കുമെന്ന് ആത്മവിശ്വാസമുള്ള ഇന്ത്യയിലെ ജനങ്ങൾക്ക് അറിയാവുന്ന പാർട്ടി തന്നെയാണ് ഇന്ന് കേന്ദ്രം ഭരിക്കുന്നത്. അതുകൊണ്ട് അത്തരത്തിലുള്ള പേടിയൊന്നും അനീഷിന് വേണ്ട. അത് ഞങ്ങൾ നടപ്പിലാക്കി കാണിച്ചു തരാം. ഇനിയിപ്പോ ധന്യ ചോദിച്ച കാര്യം ജനാധിപത്യ രാജ്യത്താണ് ഇത്തരത്തിലുള്ള ഭീഷണികളും ഇത്തരത്തിലുള്ള വെല്ലുവിളികളും നടക്കുന്നത് എന്ന് കൂടി ഓർക്കണം. ഞാൻ പറയുമ്പോ ഞാൻ സംസാരിച്ചു തന്നെ പറയുമ്പോൾ എനിക്ക് കേൾക്കില്ല. അതുകൊണ്ട് തന്നെ ഒന്ന് ചോദിക്കാവുന്നൂടെ? ഒരു ജനാധിപത്യ രാജ്യത്താണ് ഇത്തരത്തിലുള്ള ഭീഷണികളും
വെല്ലുവിളികളും നടത്തുന്നത് എന്നുകൂടി ഓർക്കണം. ഇത് ജനങ്ങൾ തെരഞ്ഞെടുത്ത് 300 സീറ്റ് വാങ്ങിക്കൊണ്ട് ഇന്ത്യ ഭരിക്കുന്ന പാർട്ടിയുടെ തീരുമാനമാണ്, ആ കേന്ദ്ര സർക്കാരിന്റെ തീരുമാനമാണ്. അല്ലാതെ ഒരു സീറ്റുമായിട്ട് ലോക്സഭയിൽ കേരളത്തിൽ നിന്ന് പോയിരിക്കുന്ന പാർട്ടി പറയുന്ന തീരുമാനമാണ് വരുന്നത്. ഇത് 300 സീറ്റ് ഇന്ത്യയിലെ ജനങ്ങൾ വോട്ട് നൽകി പാർലമെന്റിലെ ഭരിക്കുന്ന, ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ സംസ്ഥാനങ്ങൾ ഭരിക്കുന്ന ജനാധിപത്യ രീതിയിൽ തെരഞ്ഞെടുക്കപ്പെട്ട സർക്കാർ പറയുന്ന തീരുമാനങ്ങളാണ്. ആ രാജ്യത്ത് നിന്നുകൊണ്ട് പറയാനുള്ള അധികാരമുണ്ട് എന്ന് തന്നെയാണ് എന്റെ വിശ്വാസം. ഇത് തന്നെ പറഞ്ഞ കാര്യം, എന്തുകൊണ്ട് 5 കൊല്ലം എടുത്തു നടപ്പിലാക്കുവാനായിട്ട്? ഇത് നടപ്പിലാക്കുവാനായിട്ട് ഒരു ദിവസം കൊണ്ട് നടക്കുന്ന കാര്യമല്ല, മറിച്ച് ജനങ്ങളെ വിശ്വാസത്തിലെടുക്കേണ്ട കാര്യമുണ്ട്, ജനങ്ങളെ ബോധവൽക്കരിക്കേണ്ട ആവശ്യമുണ്ട്, ഇതിന് വേണ്ടുന്ന ബാക്ക്ഗ്രൗണ്ട് വർക്കുകൾ നടത്തേണ്ട ആവശ്യമുണ്ട്. ഇപ്പോൾ ഓൺലൈൻ പോർട്ടൽ വരുന്നു, ഇത്തരം കാര്യങ്ങൾ അതിനുവേണ്ടി നടപ്പിലാക്കേണ്ടതുണ്ട്. അതിന്റെ ഗ്ലിച്ചസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് പരിഹരിക്കേണ്ടതുണ്ട്. ഇത് ലൈവ് ആവുന്നതിന് മുമ്പ് അത്തരം കാര്യങ്ങളെല്ലാം തന്നെ വിശദമായ ഒരു ടീമിനെ ഉണ്ടാക്കി അത് പഠിച്ച് അത് ഇംപ്ലിമെന്റ് ചെയ്യുന്ന അവസ്ഥയിലായതുകൊണ്ട് ഇപ്പോൾ അത് നടപ്പിലാക്കുന്നു. ഇത് ഞങ്ങളെ സംബന്ധിച്ച് ഞങ്ങൾ 5 വർഷത്തിനിടയ്ക്ക് നടപ്പിലാക്കുമെന്ന് പറഞ്ഞ കാര്യം ഈ വരുന്ന ജൂൺ മാസം ആവുമ്പോഴാണ് ഞങ്ങളുടെ 5 വർഷം തികയുന്നത്. അതിനു മുന്നേ ഒന്നൊന്നായി നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നു. ഇനി പറഞ്ഞ കാര്യങ്ങളും ഇനി ഞങ്ങൾ എന്താണോ ഇന്ത്യയിലെ ജനങ്ങൾക്ക് വാഗ്ദാനം നൽകിയത് അത് നടപ്പിലാക്കുവാൻ ഇച്ഛാശക്തി ുള്ള ഒരു കേന്ദ്ര സർക്കാരാണെന്നുള്ളത്. അതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും ഞങ്ങൾ നടപ്പിലാക്കും. അതിന്റെ പ്രതീക്ഷയിൽ തന്നെയാണ് വരുന്ന തെരഞ്ഞെടുപ്പിലും ഒരുപക്ഷെ 400-ൽ മുകളിൽ സീറ്റുകൾ നേടിക്കൊണ്ട് ഭാരതീയ ജനതാ പാർട്ടി നേതൃത്വം നൽകുന്ന NDA ഗവൺമെന്റ് ഇന്ത്യയിൽ അധികാരത്തിൽ വരുമെന്ന് ഞങ്ങൾക്ക് യാതൊരു സംശയവുമില്ല. ശരി, ശ്രീ അജയ് കുര്യാക്കോസ്, ഇവിടെ ഇത്രയും ആത്മവിശ്വാസത്തിലാണ് BJP. CAA ഒരു ട്രാപ്പാണ് എന്ന് പറയാതെ തന്നെ BJP നേതാക്കൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നു. അങ്ങനെ ആ ട്രാപ്പിനെ നേരിടാൻ പ്രതിപക്ഷം ഇപ്പോൾ തയ്യാറാണ്. ആദ്യം പറഞ്ഞോട്ടെ, 2003-ൽ ശ്രീ മൻമോഹൻ സിംഗ് പറഞ്ഞ വിഷയം ഞാൻ നേരത്തെ പറയേണ്ടതായിരുന്നു, വിട്ടുപോയത് കൊണ്ട് ശ്രീ രമേശ് സൂചിപ്പിച്ചതിന് നന്ദിയുണ്ട്. അന്ന് അദ്ദേഹം പറഞ്ഞ വിഷയം എന്താണ്? ന്യൂനപക്ഷങ്ങൾക്ക് ഇവിടെ സിറ്റിസൺഷിപ്പ് കൊടുക്കണമെന്നാണ് പറഞ്ഞത്. അവിടെ നിന്ന് വരുന്ന ഇവിടുത്തെ ന്യൂനപക്ഷങ്ങൾക്ക് സിറ്റിസൺഷിപ്പ് കൊടുക്കണം, അവരെ നമ്മൾ സ്വീകരിക്കണമെന്നാണ് പറഞ്ഞത്. ഇവിടെ അതല്ലല്ലോ വിഷയം. ഇവിടുത്തെ വിഷയം എന്താണ്? അവിടെ നിന്ന് വരുന്ന ഇവിടുത്തെ ന്യൂനപക്ഷങ്ങൾക്ക് സിറ്റിസൺഷിപ്പ് കൊടുക്കരുത് എന്നുള്ളതാണ് വിഷയം. കൊടുക്കാൻ വേണ്ടിയുള്ള നിബന്ധനകൾ വളരെ കർക്കശമാക്കി എന്നുള്ളതാണ് വിഷയം. പിന്നെ മറ്റൊന്നല്ല, ഇദ്ദേഹം ഇപ്പൊ തന്നെ പറഞ്ഞ കാര്യം തെറ്റിദ്ധരിപ്പിക്കുന്നതാണ്. കാരണം അത് കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. The religious minority who is getting religious persecution from the majority. അങ്ങനെയാണ് വാക്ക് കൃത്യമായിട്ട് പറഞ്ഞിട്ടുള്ളത്. വരാം, അടുത്ത വിഷയം ഇപ്പൊ പറഞ്ഞു കേരളത്തിൽ ഈ വിഷയം നടപ്പിലാക്കില്ല എന്ന് എന്റെ അടുത്ത സുഹൃത്ത് അനീഷ് പറഞ്ഞു. അനീഷ് ഒരു കാര്യം മനസ്സിലാക്കണം, CAA നിയമ ഭേദഗതി കൊണ്ടുവന്നപ്പോൾ ഇവിടെ സമരം നടത്തിയ പാവപ്പെട്ട ജനങ്ങൾക്കെതിരെ എടുത്ത കേസുകൾ ഇന്നും നിലനിൽക്കുകയാണ്. അത് നിങ്ങൾ മനസ്സിലാക്കേണ്ടതാണ്. ആ കേസിൽ ഇന്നും ഇതുവരെ താങ്കളുടെ സർക്കാർ ഇതുവരെ പിൻവലിച്ചിട്ടില്ല. അപ്പൊ അതുകൊണ്ട് കോൺഗ്രസ് ഇപ്പൊ പറഞ്ഞത്, കോൺഗ്രസിന്റെ KPCC പ്രസിഡന്റ് ഇന്ന് സംസാരിച്ചത്, അദ്ദേഹം പറഞ്ഞത് കോൺഗ്രസ് അധികാരത്തിൽ വരികയാണെങ്കിൽ ഈ ബില്ലെടുത്ത് അറബിക്കടലിൽ എറിയുമെന്നാണ് പറഞ്ഞത്. അതിന് കാരണമുണ്ട്. കാരണം ഇന്ന് കേന്ദ്രത്തിലെ ഏറ്റവും വലിയ പ്രതിപക്ഷവും ഏറ്റവും വലിയ BJP കഴിഞ്ഞാൽ ഏറ്റവും വലിയ പാർട്ടിയും കോൺഗ്രസ് ആണ്. അപ്പൊ കോൺഗ്രസിന് അങ്ങനെ സംസാരിക്കാം. കാരണം കോൺഗ്രസ് അധികാരത്തിൽ വരുമെന്നുള്ള പേടി കൊണ്ടാണ് ഇത്തരത്തിലുള്ള തിടുക്കത്തിലുള്ള CAA നടപ്പാക്കിയിട്ടും ഇപ്പോഴും എനിക്ക് ഇവിടെ പ്രധാന ശത്രു ഇല്ലെങ്കിൽ ഓപ്പോസിറ്റ് ആരാ നിൽക്കുന്നതെന്ന് മനസ്സിലാക്കാത്ത കോൺഗ്രസിന്റെ പെരുമാറ്റത്തിൽ അത്ഭുതമുണ്ട്. ഞാൻ ചോദിച്ചത്, നേരത്തെ എന്റെ ചോദ്യം പ്രതിപക്ഷം ഇതിന് തയ്യാറാണോ എന്നാണ്. ഇത് നടപ്പാക്കും, ആത്മവിശ്വാസത്തിലാണ്, ഇതൊരു ട്രാപ്പാണ്. ആ ട്രാപ്പിൽ പ്രതിപക്ഷം അതിനെ എതിർക്കാൻ ഇല്ലെങ്കിൽ അതിനെതിരെ നിൽക്കാൻ തയ്യാറാണോ? അതാണല്ലോ പറഞ്ഞു വന്നത്. കാരണം ഞങ്ങൾ വളരെ അസന്നിഗ്ധമായി പ്രഖ്യാപിച്ചിരിക്കുകയാണ് CAA നിയമ ഭേദഗതി ബിൽ. ഇത് ഇപ്പൊ കൊണ്ടുവന്നത്, ബില്ല് കൊണ്ടുവന്നു. അതിപ്പോ ഈ ഇലക്ഷന് മുമ്പ് ഇതെന്തായാലും നടപ്പിലാക്കാൻ പോകുന്നില്ല. ഇതൊരു ഇലക്ഷൻ ട്രെൻഡ് ആണെന്നും ഒരു ട്രാപ്പാണെന്നും മാഡം തന്നെ പറഞ്ഞു. ആ ട്രാപ്പിൽ ഞങ്ങൾ വിടാൻ ഉദ്ദേശിക്കുന്നില്ല. ഞങ്ങൾ വളരെ വ്യക്തമായിട്ടും അസന്നിഗ്ധമായും പ്രഖ്യാപിച്ചു കഴിഞ്ഞു. ഈ തെരഞ്ഞെടുപ്പിൽ, ഈ വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് അധികാരത്തിൽ വരികയാണെങ്കിൽ ഈ ബില്ലെടുത്ത് അറബിക്കടലിൽ എറിയുമെന്ന് പറഞ്ഞു കഴിഞ്ഞു. അതിന്റെ അർത്ഥം എന്താണ്? ഈ ബില്ല് ഈ രീതിയിലല്ല, ഇതിനെ വ്യക്തമായ മോഡിഫിക്കേഷനോട് കൂടിയിട്ട് കേന്ദ്ര സർക്കാരിന്റെ ഇനി വരാൻ പോകുന്ന കേന്ദ്ര സർക്കാർ വ്യക്തമായ മോഡിഫിക്കേഷനോട് കൂടിയിട്ട് ഈ ബില്ല് അവതരിപ്പിച്ചില്ലെങ്കിൽ ഈ ബില്ല് ഒരു കാരണവശാലും ഇന്ത്യയിൽ നടപ്പിലാകാൻ പോകുന്നില്ല. കാരണം അത് കൃത്യമായിട്ട് BJP സർക്കാരിന് അറിയാം. ഈ ബില്ല് നടപ്പിലാക്കാൻ പോകുന്നില്ല എന്ന് അറിഞ്ഞുകൊണ്ട് തന്നെയാണ് ഇത്ര തിടുക്കത്തിൽ ഈ ഇലക്ട്രൽ ബോർഡിന്റെ വിഷയം മറച്ചു വെക്കുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞു, കൊറോണ വിഷയം മറച്ചു വെക്കുന്നതിന് വേണ്ടിയിട്ട് ഈ CAA തന്നെയാണ് കൊണ്ടുവന്നത്. ഇലക്ട്രൽ ബോർഡിന്റെ വിഷയം മറച്ചു വെക്കുന്നതിന് വേണ്ടി വീണ്ടും ഇതേ CAA തന്നെ കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് ഇത് വെറും ഒരു രാഷ്ട്രീയ ഗിമ്മിക്കും
ടെക്നിക്കും മാത്രമാണെന്ന് വിദ്യാഭ്യാസമുള്ള ബോധമുള്ള ഇന്ത്യയിലെ വോട്ടർമാർ മനസ്സിലാക്കിയിട്ടുണ്ട്. അത് മനസ്സിലാക്കാനുള്ള ബോധം നിങ്ങൾക്ക് ഇല്ലാത്തത് കൊണ്ടാണ് ഇത്തരത്തിലുള്ള ബില്ലുമായിട്ട് ഈ അവസരത്തിൽ വന്നത് എന്നാണ് പറയാനുള്ളത്. ശരി, ശ്രീ ഒന്ന് മറുപടി പറഞ്ഞോട്ടെ, ഒന്ന് മറുപടി പറഞ്ഞു. പറയൂ. അജി കുര്യാക്കോസ്, ഒരു നുണ പലതവണ പറഞ്ഞുകൊണ്ട് സത്യമാവില്ലെന്ന് താങ്കൾ മനസ്സിലാക്കും. ഒന്നാമത്തെ കാര്യം, താങ്കൾ പറഞ്ഞു കോവിഡിന്റെ പിടിപ്പുകേട് മറച്ചു വെക്കാനായിട്ടാണ് ഇവിടെ ഇതെല്ലാം ചെയ്തതെന്ന് പറഞ്ഞു. ഒരു കാര്യം ഞാൻ പറഞ്ഞോട്ടെ, ഈ CAA ബില്ല് പാർലമെന്റ് പാസ്സാക്കുന്നത് 2019 ഡിസംബർ മാസം 4-ാം തീയതിയാണ്. ഇന്ത്യയിൽ കോവിഡ് കാരണം ലോക്ക്ഡൌൺ പ്രഖ്യാപിക്കുന്നത് 2020 മാർച്ച് മാസം 19-ാം തീയതി. ഇത് മറച്ചു വെക്കാനെന്നല്ല, നിങ്ങൾ ആരെയാണ് പൊട്ടനാക്കുന്നത്? നിങ്ങൾ ഇതാണ്, നിങ്ങൾ ഈ പച്ചക്കള്ളം പറഞ്ഞുകൊണ്ട് വോട്ട് പിടിക്കാനുള്ള ശ്രമം. അതോടൊപ്പം തന്നെ നിങ്ങൾ ഞാൻ മറുപടി നിങ്ങൾ എന്തിനാ വയലന്റ് ആവണേ? ഞാൻ മറുപടി നിങ്ങൾ സമാധാനമായിട്ട് കേൾക്കൂ. അപ്പൊ മാർച്ച് മാസത്തിലാണ് ലോക്ക്ഡൌൺ വരുന്നത്, ജൂലൈ മാസത്തിലാണ് ലോക്ക്ഡൌൺ മാറ്റുന്നത്. ആ സമയത്താണോ ഈ പ്രശ്നങ്ങൾ നടന്നത്? അല്ല, ബില്ല് വന്ന് 2019-ലാണ്. ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം, നിങ്ങൾ വർഷങ്ങളായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരേ കാര്യമാണ്. 2019 ഈ ബില്ല് വന്നത് അന്ന് തൊട്ട് നിങ്ങൾ ന്യൂനപക്ഷങ്ങളെ അനാവശ്യമായിട്ട് ഭയവിഹ്വലതയുള്ളവരാക്കി മാറ്റുന്നു. അവരുടെ മനസ്സിൽ തീ കോരിയിടുന്നു. ന്യൂനപക്ഷങ്ങൾ, ഇന്ത്യയിലെ ന്യൂനപക്ഷങ്ങൾ അങ്ങനെയല്ല സത്യം. ഇവിടെ ജനങ്ങളെ വിഭജിക്കുന്നതും അനിശ്ചിതത്വത്തിലാക്കുന്നതും ആരാണ്? ശ്രീ രമേശ്, അല്ല, ഞാൻ ചോദിക്കട്ടെ, എവിടെയാണ് CAA ബില്ല് വായിച്ചിട്ടുള്ളത് നിങ്ങൾ ആരെങ്കിലും? അതിൽ എവിടെയാണ് പറഞ്ഞിട്ടുള്ളത് ഇപ്പോൾ എക്സിസ്റ്റിംഗ് സിറ്റിസൺഷിപ്പ് ആയുള്ള ഇന്ത്യയിലുള്ള ഏതെങ്കിലും ഒരു പൗരനെ അദ്ദേഹത്തിന്റെ സിറ്റിസൺഷിപ്പ് ഇല്ലാതാക്കുമെന്ന് പറഞ്ഞിട്ടുണ്ടോ? ഇല്ല. നമ്മൾ ഇല്ലാത്ത ഒരു കാര്യം. ശ്രീ അനീഷ്, ഇവിടെ തെരഞ്ഞെടുപ്പ് ലാഭം മാത്രം മുന്നിൽ കണ്ട് ഇപ്പോഴത്തെ നടപടി എന്ന് പ്രതിപക്ഷം പറയുന്നു. പ്രതിപക്ഷത്തിരിക്കുന്ന എല്ലാ പാർട്ടികളും പറയുന്നു. അങ്ങനെ ഒരു ലാഭം ഉണ്ടാക്കാൻ BJP തുനിഞ്ഞിറങ്ങിയാൽ എങ്ങനെ പ്രതിരോധിക്കും? ഇപ്പൊ നേരത്തെ താങ്കൾ പറഞ്ഞു വലിയ പ്രതിഷേധമുണ്ടാവും, പ്രക്ഷോഭമുണ്ടാവും എന്നൊക്കെ. പക്ഷേ അത് മതിയോ? ഇത്ര ആത്മവിശ്വാസത്തിൽ BJP രാജ്യത്തൊരു കാര്യം നടപ്പാക്കാൻ പോകുന്നു. അവരുദ്ദേശിച്ചതുപോലെ എല്ലാം ഇപ്പോൾ നടന്നു കഴിഞ്ഞു. ഇനിയും ഇവിടെ നിന്ന് ഇപ്പം നേരത്തെ ശ്രീ അജി കുര്യാക്കോസ് പറഞ്ഞതുപോലെ ഇവിടെയുള്ള പ്രശ്നം ഇതുവരെ തീർന്നിട്ടില്ല, പ്രത്യേകിച്ച് കേരളത്തിൽ കോൺഗ്രസും LDF-ഉം തമ്മിലുള്ള പ്രശ്നം. അപ്പോൾ ഇങ്ങനെ ഇരിക്കുന്ന ഒരു സാഹചര്യത്തിൽ ഇന്ത്യ എന്നൊരു സഖ്യം അവിടെ ഉണ്ടെങ്കിലും എത്രത്തോളം ഒറ്റക്കെട്ടായി അവർക്ക് ഇതിനെ നേരിടാൻ സാധിക്കും എന്നുള്ളത് പോലും ചോദ്യചിഹ്നത്തിലാണ്. എന്ത് ചെയ്യും? തീർച്ചയായും ഞാൻ അതിനു മുമ്പ് BJP-യുടെ പ്രതിനിധി പറഞ്ഞ ഒരു കാര്യം, ഒരു അധികാരത്തിന്റെ ഹന്ത ജനങ്ങൾക്ക് മേൽ അടിച്ചേൽപ്പിക്കാൻ തയ്യാറായിക്കൊണ്ട് ഞങ്ങൾ എന്ത് വില കൊടുത്തു നടപ്പിലാക്കും, കേരളത്തിൽ ഇത് എന്ത് വന്നാലും ഞങ്ങൾ നടപ്പിലാക്കും, അതിന്റെ ധിക്കാരത്തോടെ, വളരെ ധിക്കാരത്തോടു കൂടി അത് പറയുണ്ടായി. ഒരു സംശയവും വേണ്ട, കേരളത്തിൽ ഇത് നടപ്പിലാക്കാൻ വേണ്ടി നടപ്പിലാക്കാൻ പോകുന്നില്ല എന്ന് ഒരു സംശയത്തിനും ഇടവല്ല നൽകാത്ത രീതിയിൽ ഇത് പറയാൻ. ഇപ്പൊ അതില് കോൺഗ്രസിന്റെ പ്രതിനിധി പറഞ്ഞതിനൊന്നും ഞാൻ മറുപടി പറയാൻ വേണ്ടി പോകുന്നില്ല. കാരണം ഇടതുപക്ഷവും കോൺഗ്രസും എല്ലാം ചേർന്ന് നിന്നുകൊണ്ട് ഇതിനെ ചെറുത്ത് തോൽപ്പിക്കുക തന്നെ ചെയ്യും. കേരളത്തിലെ നിയമസഭ ഒരുമിച്ച് പാസ്സാക്കിയിട്ടുള്ള നിയമമാണ്. അതിനിടയിൽ കോൺഗ്രസിന്റെ പ്രതിനിധി പറഞ്ഞിട്ടുള്ള കാര്യത്തോട് ഞാനിപ്പോ മറുപടി പറയാൻ വേണ്ടി പോകുന്നില്ല. ഇപ്പോ അവരുടെ തെരഞ്ഞെടുപ്പ് പാസ്സാക്കലല്ലാതെ എന്ത് ചെയ്യും? അതായിരുന്നു എന്റെ ചോദ്യം. തീർച്ചയായും ഞാൻ അതിലേക്കാണ് വരുന്നത്. ഇപ്പോ ഇവിടെ BJP-യുടെ പ്രതിനിധി പറഞ്ഞത് ഞങ്ങൾ മാനിഫെസ്റ്റോയിൽ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളൊക്കെ അതേപടി നടപ്പിലാക്കി വേണ്ടി പോവുകയാണ്. അതിപ്പോ കാശ്മീരിന്റെ കാര്യത്തിലായാലും ഇതിന്റെ കാര്യത്തിലായാലും ഒക്കെ പറഞ്ഞു. ഇത് മാത്രമല്ല, ജനങ്ങളെ നേരിട്ട് ബാധിക്കുന്ന നിരവധിയായിട്ടുള്ള വിഷയങ്ങളിൽ നിങ്ങളുടെ മാനിഫെസ്റ്റോ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിൽ എവിടെ എത്തി? പെട്രോളിന്റെ വിലയുമായി ബന്ധപ്പെട്ട് നിങ്ങളുടെ വാഗ്ദാനം ഉണ്ടായിരുന്നു. ഗ്യാസിന്റെ വിലയുമായി ബന്ധപ്പെട്ട് നിങ്ങളുടെ വാഗ്ദാനം ഉണ്ടായിരുന്നു. ചെറുപ്പക്കാർക്ക് തൊഴിൽ നൽകുന്നതുമായി ബന്ധപ്പെട്ട് നിങ്ങളുടെ വാഗ്ദാനങ്ങൾ ഉണ്ടായിരുന്നു. അതിന്റെയൊക്കെ അവസ്ഥ എന്താണ്? പെട്രോളിന്റെ വില ഇപ്പൊ എവിടെ എത്തിയാണ് നിൽക്കുന്നത്? ഗ്യാസിന്റെ വില ഇപ്പൊ എവിടെ എത്തിയാണ് നിൽക്കുന്നത്? ജനങ്ങൾക്ക് തൊഴിൽ നൽകുന്നതുമായി ബന്ധപ്പെട്ട് നിങ്ങൾ നൽകിയ വാഗ്ദാനം എവിടെയാണ്? അതിനൊക്കെയാണ് ഈ തെരഞ്ഞെടുപ്പിന്റെ സമയത്ത് നിങ്ങൾ ജനങ്ങളോട് മറുപടി പറയേണ്ടത്. അവന്റെ ഓരോ പട്ടിക സൂചിക വിശപ്പിന്റെ സൂചികയുമായി ബന്ധപ്പെട്ട് വരുന്നു. രാജ്യത്തെ പ്രതിനിധീകരിക്കുന്ന, ലോകത്ത് പ്രതിനിധീകരിക്കുന്ന ഘട്ടങ്ങളിൽ മുഴുവൻ രാജ്യം തലകുനിച്ച് പിന്നോട്ട് പോകുന്നു. മണിപ്പൂരിൽ സ്ത്രീകൾ ആക്രമിക്കപ്പെടുന്നു. ഇത്തരത്തിൽ മനുഷ്യർക്ക് ജീവിക്കാൻ കഴിയാത്ത പലതരത്തിലുള്ള വിഷയങ്ങൾ വരുമ്പോൾ അതിനെയെല്ലാം അവഗണിച്ചുകൊണ്ട് ജനങ്ങളെ കണ്ണിൽ പൊടിയിടുന്ന രീതിയിലേക്കാണ് ഇത് പോകുന്നത്. അവസാനമായി ശ്രീ രമേശ്, ഇവിടെ പ്രതിപക്ഷം പറയുന്ന ഒരു കാര്യമുണ്ട്, BJP-യുടെ ചൂണ്ടയിടലാണ്, അതിൽ പോയി കൊത്തരുത്, സംഘപരിവാർ തന്ത്രം എന്ന് പറഞ്ഞുകൊണ്ട് നിർത്തുന്നുണ്ട്. അതിനെ അങ്ങനെ മാത്രമായി കാണേണ്ടതല്ലേ ഉള്ളൂ?
അല്ല, ഇത് അവര് പറഞ്ഞോട്ടെ. പ്രതിപക്ഷം അവർ ഇന്ത്യ മുന്നണിയാണെന്ന് പറയുന്നു, ഇന്ത്യ മുന്നണി അലയൻസ് ആണെന്ന് പറയുന്നു ഇന്ത്യയിൽ ഒട്ടാകെ. അതിനുശേഷം കേരളത്തിൽ വന്ന് പരസ്പരം മത്സരിക്കുന്നു. അപ്പുറത്ത് ഇടതുപക്ഷവും DMK-യും ഒരുമിച്ച് മത്സരിക്കുന്നു. ഇവർക്ക് തോന്നിയ പോലെ കാണിക്കുന്നു, ജനങ്ങളെ വിഡ്ഢികളാക്കുന്ന തരത്തിലുള്ള പ്രവർത്തനങ്ങൾ നടത്തുന്നു. പക്ഷെ BJP സംബന്ധിച്ച് ഞങ്ങൾക്ക് കൃത്യമായ പദ്ധതികളുണ്ട്. അത് ഞങ്ങൾ ജനങ്ങളുടെ മുന്നിൽ ആദ്യമേ വെക്കുന്നു. അടുത്ത 5 കൊല്ലം ഞങ്ങൾക്ക് ഭരണം കിട്ടിയാൽ ഞങ്ങൾ നടപ്പിലാക്കാൻ പോകുന്ന കാര്യങ്ങൾ എന്തെന്ന് പറയുന്നു. അദ്ദേഹം പറഞ്ഞതുപോലെ അൺഎംപ്ലോയ്മെന്റ് നിന്ന് 3.1% താഴ്ന്നു വന്നിരിക്കുകയാണ്. 2014 ഞങ്ങൾ കയറുമ്പോൾ അത് പല കാര്യങ്ങളിലും നമ്മൾ താഴേക്ക് പോയിട്ടുണ്ട്. ഇന്ത്യ അതുകൂടി വിശദീകരിക്കാനുള്ള സമയമില്ലാത്തതുകൊണ്ടാണ്. നമ്മുടെ ചർച്ചയുടെ സമയം പൂർത്തിയാവുന്നു. വരും ദിവസങ്ങളിൽ വീണ്ടും കാണാം. നന്ദി ശ്രീ രമേശ് മന്നത്ത്, ശ്രീ അജി കുര്യാക്കോസ്, ശ്രീ അനീഷ് മണ്ണാർക്കാട്. പ്രവാസി ശബ്ദം പൂർണ്ണമാവുന്നു. നമസ്കാരം.